ക്രിസ്മസ് സ്റ്റോക്കുകൾ അതിനായി ഒരു രസകരമായ ആശയമാണ്, പ്രത്യേകിച്ച് സാന്താക്ലോസ് റാലി അവധിക്കാലത്തെ വിപണി പ്രവണതയുടെ പശ്ചാത്തലത്തിൽ. ഡിസംബർ അവസാനവും പുതുവർഷ തുടക്കവും ചേർന്ന് വിപണിയിൽ സാധാരണയായി മികച്ച വളർച്ച പ്രകടിപ്പിക്കുന്നത് കണ്ടുവരുന്നു. റീറ്റെയിൽ, ഇകൊമേഴ്സ്, FMCG, ട്രാവൽ, ഹോസ്പിറ്റാലിറ്റി, പാക്കേജിംഗ് സെക്ടർ തുടങ്ങിയ മേഖലകൾക്ക് ഈ കാലയളവ് പ്രത്യേകിച്ചും അനുകൂലമാണ്, കാരണം അവയ്ക്ക് ഡിമാൻഡിൽ വർധനവ് അനുഭവപ്പെടുന്നു. സാന്താക്ലോസ് റാലിക്ക് നിക്ഷേപകർക്ക് ഉയർന്ന പ്രോഫിറ്റ് നേടാൻ കഴിയുന്ന സ്റ്റോക്കിന്റെ വിശദാംശം നോക്കാം. മാരുതി സുസുക്കി ഇന്ത്യ ലിമിറ്റഡ് ഭാരതത്തിലെ പൊതുമേഖലയിലുള്ള ഒരു വാഹന നിർമ്മാണ സ്ഥാപനമാണ് മാരുതി സുസുക്കി ഇന്ത്യ ലിമിറ്റഡ്. മാരുതി ഉദ്യോഗ് ലിമിറ്റഡ് എന്ന പേരിൽ കേന്ദ്ര സർക്കാർ ഉടമസ്ഥതയിൽ ആരംഭിച്ച കമ്പനിയുടെ സർക്കാർ ഓഹരികൾ 2007 വിറ്റഴിച്ചതോടെയാണ് കമ്പനി പ്രസ്തുത നാമം സ്വീകരിച്ചത്. ദക്ഷിണേഷ്യയിലെ ഏറ്റവും വലിയ വാഹന ഉൽപ്പാദകരാണ് മാരുതി സുസുക്കി. ടെക്നിക്കൽ പെർഫോമൻസ്. ഷെയർ ഹോൾഡിംഗ്. പ്രൊമോട്ടർ 58.19%, FII 17.68%, DII 20.89%, പബ്ലിക് 3.24%. ഇമ്പോർട്ടന്റ് റേഷ്യോസ്. നെറ്റ് പ്രോഫിറ്റ് 13,234, ഏണിംഗ് പെർ ഷെയർ 429.01, റേഷ്യോസ് 15.75. 2024 ഒക്ടോബറിലെ ഉത്സവ മാസത്തിലെ വിലക്കയറ്റം കാരണം എല്ലാ ബ്രാൻഡുകളിലും കാർ വിൽപ്പന കുറഞ്ഞു. 1.41 ലക്ഷം കാറുകൾ വിറ്റഴിച്ചത് മാരുതി സുസുക്കിയാണ്. ശ്രദ്ധേയമായ സംഖ്യയാണെങ്കിലും മുൻ മാസത്തെ വിൽപ്പനയേക്കാൾ 11.5% ഇടിവാണ് ഇത്. 2023 നവംബറിലെ വിൽപ്പനയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യൻ കാർ നിർമ്മാതാവ് 5%-ലധികം വളർച്ച കൈവരിച്ചു. 2024 നവംബറിലെ കാർ വിൽപ്പനയിൽ 48,200 യൂണിറ്റുകൾ അയച്ച് ഹ്യുണ്ടായി രണ്ടാം സ്ഥാനത്താണ്. മുൻ മാസത്തെ വിൽപ്പനയുമായി താരതമ്യം ചെയ്യുമ്പോൾ 13%-ലേറെ കുറവാണിത്. 2023 നവംബർ മുതൽ വിൽപ്പനയിൽ 2.5% ഇടിവാണ് ഹ്യുണ്ടായി രേഖപ്പെടുത്തിയത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർ നിർമ്മാതാക്കളായ മാരുതി സുസുക്കി 2025 ജനുവരി മുതൽ വാഹന വില വർദ്ധിപ്പിക്കാനുള്ള പദ്ധതികൾ അടുത്തിടെ പ്രഖ്യാപിച്ചിരുന്നു. ഇത് വ്യാപാരത്തിൽ അതിന്റെ സ്റ്റോക്ക് ഉയർന്നു. സാങ്കേതികമായി സ്റ്റോക്ക് അതിന്റെ 10 ദിവസം 20 ദിവസത്തെ സിമ്പിൾ മൂവിംഗ് ആവറേജിനേക്കാൾ മുകളിലാണ് വ്യാപാരം ചെയ്യുന്നത്. ഇത് ഒരു പെർമനന്റ് മൂവിനെ സൂചിപ്പിക്കുന്നു. 25.95ന്റെ PE അനുപാതവും 4.08ന്റെ PB മൂല്യവും ഉള്ളതിനാൽ സ്റ്റോക്കിന്റെ അടിസ്ഥാന കാര്യങ്ങൾ ശക്തമായി തുടരുന്നു. 2024 നവംബറിൽ മാരുതി 10% വാർഷിക വിൽപ്പന വളർച്ച കൈവരിച്ചു. 1,81,531 യൂണിറ്റുകൾ അയച്ചു. യാത്രാവാഹനങ്ങളുടെ പ്രൈസ് ചാർട്ടിൽ മുന്നിലെത്തി. വിവിധ സെഗ്മെന്റുകളിലെ സമ്മിശ്ര പ്രകടനം ഉണ്ടായിരുന്നിട്ടും അതിന്റെ വിപണി വിഹിതം സ്ട്രോങ് ആയി തുടരുന്നു. ഹ്യുണ്ടായിയും ടാറ്റയും സംയോജിപ്പിച്ചതിനേക്കാൾ കൂടുതൽ വാഹനങ്ങൾ വിൽക്കുന്നു. ഈ വർഷം ഓഹരി മൂല്യത്തിൽ 20% വർധനയുണ്ടായതോടെ ശക്തമായ അടിസ്ഥാന കാര്യങ്ങളും വിപണി ആധിപത്യവുമായി മാരുതി ഓട്ടോമോട്ടീവ് മേഖലയെ നയിക്കുന്നത് തുടരുന്നു. ക്രിസ്മസ് ഉൾപ്പെടെയുള്ള അവധിക്കാലത്ത് ഉപഭോക്തൃ ചെലവ് സാധാരണഗതിയിൽ വർദ്ധിക്കുന്നതിനാൽ മാരുതി സുസുക്കി ഉത്സവ ഡിമാൻഡ് മുതലാക്കാൻ സജ്ജമാണ്. സ്ഥിരതയും വളർച്ചാ സാധ്യതയും തേടുന്ന നിക്ഷേപകർക്ക് ഈ സീസണിൽ മാരുതി സുസുക്കിയെ ശക്തമായ തിരഞ്ഞെടുപ്പായി കാണാൻ കഴിയും. പ്രഡിക്ഷൻ. ധനം സ്മാർട്ട് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസിന്റെ കണ്ടെത്തൽ പ്രകാരം സ്റ്റോക്ക് ഒരു അപ്പ് മൂവ്മെന്റ് നടത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ടൈറ്റൻ കമ്പനി ലിമിറ്റഡ് പ്രധാനമായും ആഭരണങ്ങൾ, വാച്ചുകൾ, കണ്ണടകൾ തുടങ്ങിയ ഫാഷൻ ആക്സസറികൾ നിർമ്മിക്കുന്ന ഒരു ഇന്ത്യൻ കമ്പനിയാണ് ടൈറ്റൻ കമ്പനി ലിമിറ്റഡ്. ടാറ്റ ഗ്രൂപ്പിന്റെ ഭാഗവും ടിഡ്കോയുമായി സംയുക്ത സംരംഭമായി ആരംഭിച്ച കമ്പനിയുടെ കോർപ്പറേറ്റ് ആസ്ഥാനവും ബാംഗ്ലൂരിലെ ഇലക്ട്രോണിക് സിറ്റിയിലും തമിഴ്നാട്ടിലെ ഹൊസൂരിൽ രജിസ്റ്റർ ചെയ്ത ഓഫീസുമുണ്ട്. ടെക്നിക്കൽ പെർഫോമൻസ്. ഷെയർ ഹോൾഡിംഗ്. പ്രൊമോട്ടർ 52.9%, FII 18.23%,
DAA 11.48%. പബ്ലിക് 17.32%. ഇമ്പോർട്ടന്റ് റേഷ്യോസ്. നെറ്റ് പ്രോഫിറ്റ് 3495. ഏണിംഗ് പെർ ഷെയർ 39.4. റേഷ്യോസ് 37.21. ഇന്ത്യയുടെ ജ്വല്ലറി, ലൈഫ്സ്റ്റൈൽ വിപണിയിലെ പ്രധാന കമ്പനിയായ ടൈറ്റൻ കമ്പനി ലിമിറ്റഡ് അതിന്റെ 25 ക്വാർട്ടർ ടു ഫലങ്ങളിൽ പ്രതിരോധശേഷിയും തന്ത്രപരമായ പൊരുത്തപ്പെടുത്തലും പ്രകടമാക്കി. 3250 കോടി രൂപയുടെ ഒറ്റത്തവണ ഇൻവെന്ററി നഷ്ടവും നിയന്ത്രണാതീതമായ തിരിച്ചടികളും ഉണ്ടായിരുന്നിട്ടും കമ്പനി ശക്തമായ വരുമാന വളർച്ച കാണിക്കുകയും റീറ്റെയിൽ കാൽപ്പാടുകൾ വിപുലീകരിക്കുകയും ചെയ്തു. തനിഷ്ക്, കാരറ്റ്ലാൻഡ് തുടങ്ങിയ ഐക്കണിക് ബ്രാൻഡുകളിലുടനീളം 75 സ്റ്റോറുകൾ കൂട്ടിച്ചേർത്തു. അടുത്തിടെയുള്ള കസ്റ്റംസ് തീരുവ കുറച്ചതിനെ പിന്തുണച്ച് വിവാഹ ആഭരണങ്ങളുടെ ആവശ്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മുന്നേറ്റം അടുത്ത 2 പാദങ്ങളിലും നിലനിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ടൈറ്റൻ അതിന്റെ വരുമാനത്തിന്റെ 80% സംഭാവന ചെയ്യുന്ന ജ്വല്ലറി മേഖലയിലെ പ്രബലമായ സ്ഥാനത്താൽ കരുത്തുറ്റ വിപണി അടിസ്ഥാനങ്ങൾ പ്രകടമാക്കുന്നു. വാച്ചുകൾ, കണ്ണടകൾ എന്നിവയിലെ വൈവിധ്യമാർന്ന ബിസിനസ്സുകൾ അതിന്റെ വളർച്ചാ സാധ്യത വർദ്ധിപ്പിക്കുന്നു. ക്വാർട്ടർ ടു ഫലപ്രഖ്യാപനത്തെ തുടർന്ന് ടൈറ്റന്റെ സ്റ്റോക്ക് മിതമായ നേട്ടമുണ്ടാക്കി. എന്നിരുന്നാലും ഒരു വർഷം മുതൽ ഇന്നുവരെ സ്റ്റോക്ക് 11%-ലധികം ഇടിഞ്ഞു. ഇത് വിശാലമായ വിപണി ആശങ്കകളും സമീപകാല കസ്റ്റംസ് തീരുവ വെട്ടിക്കുറച്ചതുപോലുള്ള റെഗുലേറ്ററി മാറ്റങ്ങളുടെ സ്വാധീനവും പ്രതിഫലിപ്പിക്കുന്നു. പ്രഡിക്ഷൻ. ധനം സ്മാർട്ട് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസിന്റെ കണ്ടെത്തൽ പ്രകാരം സ്റ്റോക്ക് ഒരു അപ്പ് മൂവ്മെന്റ് നടത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ട്രെൻഡ് ലിമിറ്റഡ്. ട്രെൻഡ് ലിമിറ്റഡ് ടാറ്റ ഗ്രൂപ്പിന്റെ ഭാഗമായതും മുംബൈ ആസ്ഥാനമായതുമായ ഒരു ഇന്ത്യൻ റീറ്റെയിൽ കമ്പനിയാണ്. 1998-ൽ ആരംഭിച്ച ട്രെൻഡ്, വെസ്റ്റ്സൈഡ്, സ്റ്റുഡിയോ, ഉത്സ തുടങ്ങിയ ഫാഷൻ, ലൈഫ് സ്റ്റൈൽ റീറ്റെയിൽ ഫോർമാറ്റുകൾ സ്വന്തമാക്കി പ്രവർത്തിപ്പിക്കുന്നു. സംയുക്ത സംരംഭങ്ങൾ വഴി സ്റ്റാർ ബസാർ, സാറ തുടങ്ങിയ റീറ്റെയിൽ ശൃംഖലകളും കമ്പനി നടത്തുന്നു. ടെക്നിക്കൽ പെർഫോമൻസ്. ഷെയർ ഹോൾഡിംഗ്. പ്രൊമോട്ടർ 37.01%. FII 26.62%. DAA 13.39%. പബ്ലിക് 22.98%. ഇമ്പോർട്ടന്റ് റേഷ്യോസ്. നെറ്റ് പ്രോഫിറ്റ് 1353. ഏണിംഗ് പെർ ഷെയർ 41.82. റേഷ്യോസ് 36.55. ടാറ്റ ഗ്രൂപ്പിന് കീഴിലുള്ള ഇന്ത്യയുടെ റീറ്റെയിൽ മേഖലയിലെ പ്രമുഖരായ ട്രെൻഡ് ലിമിറ്റഡ് അതിന്റെ ഇക്കണോമിക് സ്ട്രെങ്തിലും റീറ്റെയിൽ സാന്നിധ്യത്തിലും സ്ഥിരമായ വളർച്ച കാണിക്കുന്നു. 2025 സാമ്പത്തിക വർഷത്തിൽ കമ്പനി വരുമാനത്തിൽ 39% വാർഷിക വർധനവ് റിപ്പോർട്ട് ചെയ്തു. ഇത് 41.6 ബില്യണിലെത്തി. അറ്റാദായം 3.4 ബില്യൺ ആയി. ഇത് 47% വളർച്ചയെ പ്രതിഫലിപ്പിക്കുന്നു. വെസ്റ്റ്സൈഡ്, സ്റ്റുഡിയോ, സ്റ്റാർ ബസാർ, സമൂഹ തുടങ്ങിയ ബ്രാൻഡുകൾക്ക് കീഴിൽ 170 നഗരങ്ങളിലായി 875 സ്റ്റോറുകൾ കമ്പനി നടത്തുന്നു. ഫാഷൻ, ആക്സസറികൾ, പലചരക്ക് സാധനങ്ങൾ, വീട്ടുപകരണങ്ങൾ എന്നിവയുൾപ്പെടെ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. സ്വകാര്യ ലേബലുകളിൽ നിന്നുള്ള വരുമാനത്തിന്റെ 70% ഉപയോഗിച്ച് ട്രെൻഡ് ഒരു മത്സരാധിഷ്ഠിതവും ശക്തമായ മാർജിനുകളും അവതരിപ്പിക്കുന്നു. കുറഞ്ഞ കടവും കാര്യക്ഷമമായ മൂലധന വിനിയോഗവും കൊണ്ട് ട്രെൻഡിന്റെ ബാലൻസ് ഷീറ്റ് ശക്തമായി തുടരുന്നു. 2024-ൽ അതിന്റെ റേഷ്യോ 36.3% ആയും ROCE 50.1% ആയും മെച്ചപ്പെട്ടു. ഇത് പ്രവർത്തനക്ഷമതയെ പ്രതിഫലിപ്പിക്കുന്നു. എന്നിരുന്നാലും അതിന്റെ ഉയർന്ന മൂല്യനിർണ്ണയം അതിനെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച 5 മൂല്യമുള്ള കമ്പനികളിൽ ഉൾപ്പെടുത്തുന്നു. ഇത് ഉയർന്ന വിപണി പ്രതീക്ഷകളെ സൂചിപ്പിക്കുന്നു. ട്രെൻഡ് ലിമിറ്റഡിന്റെ വിപുലീകരണം, ബ്രാൻഡ് കരുത്ത്, റീറ്റെയിൽ ഇന്നൊവേഷൻ എന്നിവയിൽ തന്ത്രപ്രധാനമായ ഫോക്കസ് ദീർഘകാല വളർച്ചയ്ക്ക് മികച്ച സ്ഥാനം നൽകുന്നു. പ്രഡിക്ഷൻ. ധനം സ്മാർട്ട് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസിന്റെ കണ്ടെത്തൽ പ്രകാരം സ്റ്റോക്ക് ഒരു അപ്പ് മൂവ്മെന്റ് നടത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. കൺക്ലൂഷൻ. ക്രിസ്മസ് കാലഘട്ടം പലപ്പോഴും സാന്താക്ലോസ് റാലിക്ക് സാക്ഷ്യം വഹിക്കുന്നു.
അവിടെ വിപണികൾ പോസിറ്റീവ് ആക്കം കാണിക്കുന്നു. മാരുതി സുസുക്കി, ടൈറ്റൻ കമ്പനി, ട്രെൻഡ് ലിമിറ്റഡ് എന്നിവയെല്ലാം ശക്തമായ വളർച്ചാ സാധ്യതയുള്ള ശക്തമായ ഓഹരികളാണ്. ഓരോന്നും അതത് മേഖലകളിൽ മുന്നിട്ടു നിൽക്കുന്നു. മാരുതി സുസുക്കി ഇന്ത്യൻ ഓട്ടോമൊബൈൽ വിപണിയിൽ വേറിട്ടു നിൽക്കുന്നു. അതിന്റെ വിശാലമായ ഉൽപ്പന്ന ശ്രേണിയും വൈദ്യുത വാഹനങ്ങളിൽ ഉയർന്നുവരുന്ന ശ്രദ്ധയും പിന്തുണയ്ക്കുന്നു. വൈവിധ്യമാർന്ന പോർട്ട്ഫോളിയോയ്ക്കൊപ്പം ശക്തമായ വരുമാന സാധ്യതകൾ വാഗ്ദാനം ചെയ്യുന്ന ടൈറ്റൻ കമ്പനി ആഭരണങ്ങളിലും ഉൽപ്പന്നങ്ങളിലും അതിന്റെ ആധിപത്യത്തിൽ നിന്ന് പ്രയോജനം നേടുന്നത് തുടരുന്നു. ഇന്ത്യയുടെ റീറ്റെയിൽ മേഖലയിലെ പ്രധാന പ്ലെയറായ ട്രെൻഡ് ലിമിറ്റഡ് വികസിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റോർ നെറ്റ്വർക്കിലൂടെയും ഓൺലൈൻ സാന്നിധ്യത്തിലൂടെയും വളർച്ചയ്ക്ക് മികച്ച സ്ഥാനത്താണ്. ഇത് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആയി മാറുന്നു. 3 സ്റ്റോക്കുകളും ആകർഷകമായ വളർച്ചാ അവസരങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. റീറ്റെയിൽ, ഫാഷൻ, വിനോദം തുടങ്ങിയ മേഖലകളിലെ കമ്പനികളുടെ വരുമാനം ഉത്സവ ഡിമാൻഡ് ഗണ്യമായി വർദ്ധിപ്പിക്കുന്നു. Thank you.